ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എങ്ങനെയായി പോകുന്നത് എന്നല്ലേ ഇക്കൊന്ന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ. എന്താ ബ്രേക്ക് ഇട്ട് നിന്ന് ഇക്കു ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ആയതാണ് ഗൈസ്. അപ്പം നമ്മുടെ മിഷൻ സക്സസ് ആയി എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു 3ാമത്തെ. 2 വർഷത്തെ പോലെ ഫ്ലോപ്പ് ആക്കാതെ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് ഏകദേശം സക്സസ് ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഇക്കുവിന് ചെറിയൊരു സർപ്രൈസ് അങ്ങ് കൊടുത്തു. ഇക്കു അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സർപ്രൈസ്ഡായി എന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരിയിലുള്ള കഫേ കോർണറിലായിരുന്നു ഇതൊക്കെ സെറ്റ് ഇട്ടത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ലാമ്പ് വർക്കും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് നേരം ഞങ്ങൾ ഇതുപോലെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇക്കു ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഇമോഷണൽ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോയി. ഞാൻ വിചാരിച്ചതിലും സൂപ്പറാക്കി അവരതെനിക്ക് ചെയ്തു എന്ന് വെറുതെ പറയുന്നതല്ല. ഞാനൊരു റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ സാധനം ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അവരെന്ത് കാട്ടി വെച്ചു എന്ന്. എനിക്ക് ഫോട്ടോസ് ഒന്നും തന്നിരുന്നില്ല. ഞാൻ ആ ബൊക്കെ കൊടുത്തപ്പോൾ ഇക്കു ശരിക്കും സർപ്രൈസ്ഡായി ഒന്നും കൂടി. കാര്യം ഇക്കു വിചാരിച്ചിരുന്നില്ല ആ ഒരു ബൊക്കെ എൻ്റെ കയ്യിലുള്ളത്, കണ്ടിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്താലും അത് ഇതുപോലെ കോമഡിയായി മാറാറുണ്ട്. എന്തായാലും ഇക്കുവിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. അത് എനിക്ക് ഇത്രത്തോളം മനോഹരമാക്കി തന്നത് കഫേ കോർണറും പിന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കസിൻസാണ്. ആ ഒരു നൈറ്റ് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു രാത്രിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളുടെ 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ അതിമനോഹരമായി തന്നെ ആഘോഷിച്ചു. അപ്പോൾ ജീവിതത്തിൽ കുറേ സമ്പാദിച്ചു എന്നോ അധ്വാനിച്ചു എന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ മാത്രമാണ് പിന്നീട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത്. ഇതുപോലെ എനിക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതായിരുന്നു. എങ്കിലും അവിടെ വെച്ച് എനിക്ക് സർപ്രൈസ്ഡ് ആയിട്ടാണ് തന്നത്. ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ സെക്ഷനിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രോമിസുകൾ കൊടുത്തു. പിന്നീട് ഞങ്ങളുടെ ഇത് മാത്രമായിട്ട് കുറച്ച് ടൈം ഞങ്ങൾ സ്പെൻഡ് ആക്കി. എന്റെ കൂടെ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. വഴക്കിടുവോ? കരയിപ്പിക്കുവോ? കരയിപ്പിക്കത്തില്ല. എനിക്ക് കരയാൻ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്ന് അറിയാലോ? എന്താ ഇഷ്ടമല്ലാത്ത കാര്യം? വിളിക്കാതിരിക്കുന്നത് ഇഷ്ടമല്ലെന്നറിയാം. അപ്പൊ എന്താ ചെയ്യുന്നത് ഇനി വിളിക്കുമല്ലോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, നമ്മുടെ ഫുഡ് അടി. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. കുറച്ചു നേരം കൂടി അവിടെ സ്പെൻഡാക്കി. കുറച്ച് ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും നല്ലൊരു ദിവസം നല്ലൊരു രാത്രിയാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ്. ഏതൊരു പെണ്ണിനും സ്വന്തമായിട്ട് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പം അത്രയേ ഉള്ളൂ.